ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ആപ്പിൾ വെച്ചിട്ടൊരു ജാമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മളൊക്കെ വീട്ടിൽ ഇടയ്ക്കൊക്കെ നമ്മൾ ആപ്പിളൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുറേയൊക്കെ വാങ്ങിയ സീസണൊക്കെ ആകുമ്പോൾ നമുക്ക് വിലക്കുറവിലൊക്കെ അങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം. ജാമൊക്കെ ഉണ്ടാക്കിയാലും നമുക്ക് കുറേ നാൾ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. ഞാൻ ആദ്യം തന്നെ ആപ്പിളത്തെ ഇതുപോലെ നല്ല വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിലെ കുരുവും അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി നുറുക്കിയെടുക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ആപ്പിൾ കഴിക്കുന്നതിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ അത് ജാം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാമല്ലോ, അങ്ങനെ വിചാരിച്ചപ്പോൾ ഞാനിത് നല്ലപോലെ വൃത്തിക്ക് കഴുകി നുറുക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ചോപ്പറിന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഒരു അൺബോക്സിങ് വീഡിയോ കാണിച്ചിരുന്നു ചോപ്പറിൻ്റെ. അപ്പോൾ ആ ചോപ്പറിലേക്കാണ് ഞാനിത് നുറുക്കിയെടുക്കുന്നത്. നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കണം. ആപ്പിൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ സ്പോഞ്ചല്ലേ, അത് ബ്ലേഡ് കൊള്ളുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചതഞ്ഞ് വരും. ഈ ഒരു ചോപ്പറിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാനത് കാർട്ടിൽ കൊടുത്തേക്കൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞാൻ വാങ്ങിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയ ഒരു ഐറ്റമാണിത്. ഈ ചോപ്പർ വാങ്ങിച്ചതിന് ശേഷം നമുക്ക് അടുക്കളയിലാണെങ്കിലും ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. നമ്മൾ കഷ്ണമൊന്നും നുറുക്കണ്ടല്ലോ, പെട്ടെന്ന് അരിയാനും പറ്റുന്ന ചെറിയ സാധനങ്ങളാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാം. നമ്മുടെ സമയം ഒട്ടും വേസ്റ്റ് ആകത്തില്ല. അതാണ് അടുക്കളയിൽ ഇപ്പോൾ സ്ഥിരം ഒരു കൂട്ടായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഒരു പുതിയൊരു കൂട്ടുകാരിയെ പോലെയാണ് ഈ ചോപ്പർ. എനിക്ക് വാങ്ങിക്കണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കുക. ഇത് ഞാൻ വാങ്ങിച്ച് എനിക്ക് 100% ഓക്കെയാണെന്ന് തോന്നിയ ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ അതിൻ്റെ ആ വീഡിയോ ഞാൻ കാർട്ടിൽ കൊടുക്കൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുക. ചതച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് അതിൻ്റെ സൈഡിലുള്ളതെല്ലാം കൂടെ വീണ്ടും അതിലേക്ക് തന്നെ ആക്കിയിട്ട് ഞാൻ പിന്നെയും വലിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്കിത് ഒരു ചീനച്ചട്ടിയിലിട്ട് നമുക്കിത് നല്ലപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. വേവിച്ച് നല്ലപോലെ ഉടച്ച് കിട്ടണം. അപ്പം നമുക്കങ്ങനെ അത് വേവിച്ചെടുക്കാം. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കാണേലും മുതിർന്നവർക്കൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടുന്നതാണ് ജാമൊക്കെ. എല്ലാവരും ബ്രെഡും ബണ്ണും ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ലേ. അപ്പം നമ്മൾ തന്നെ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് നല്ലതല്ലേ. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് പ്രിസർവേറ്റീവ്സൊക്കെ അടങ്ങിയ കളറുകളും കാര്യങ്ങളൊക്കെ ആകുമ്പം ശരീരത്തിനും കൊള്ളത്തില്ല, നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇതേപോലെ വീട്ടിലുണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ എന്തുകൊണ്ടും നല്ലതല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 6 സ്പൂണ് പഞ്ചസാര ഇതിലേക്ക് ഇട്ടുന്നുണ്ട്. പഞ്ചസാര ഇടുമ്പോൾ അത് പഞ്ചസാര മെൽറ്റായിട്ട് കുറച്ചും കൂടി ഒരു ലൂസാവും. അതിനകത്ത് അലിയാത്ത കഷ്ണങ്ങളൊക്കെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും അടിയാത്തത്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഇങ്ങനെ പഞ്ചസാര ചേർക്കുമ്പോൾ അത് നല്ലപോലെ അതിലേക്ക് പിടിക്കുകയും ചെയ്യും. അതിൽ കട്ടയായിട്ടിരിക്കുന്നത് നല്ലപോലെ ഉടഞ്ഞും കിട്ടുകയും ചെയ്യും. നല്ലപോലെ ഉടച്ചെടുക്കണം. മിക്സിയിൽ നിന്നിട്ട് അരച്ച് കഴിയുമ്പം ഭയങ്കരമായിട്ടത് അരഞ്ഞു പോവും. എന്നാൽ ഒത്തിരി അരയുകയും ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ചൂടാക്കിയെടുത്ത് ഉടച്ചാൽ മതി. സ്പൂണിന് തന്നെ ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാനോ ഇഷ്ടംപടി മിക്സഡ് ഫ്രൂട്ട് ജാമുകളൊക്കെ കിട്ടും. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കുന്നതിന് അത് വേറൊരു ടേസ്റ്റ് അല്ലേ. ആപ്പിൾ മാത്രമല്ല, പൈനാപ്പിൾ, പപ്പായ, ഇതൊക്കെ നമുക്ക് ജാം ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസാണ്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിലും പപ്പായ എന്തായാലും കാണും. പപ്പായ വെച്ചാണെങ്കിലും ഏത്തപ്പഴം വെച്ചിട്ടൊക്കെ ആണെങ്കിലും നമുക്ക് ഇതേപോലെ ട്രൈ ചെയ്യാവുന്നതാണ്.
അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 2 നുള്ള് ഏലക്കാപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് 2 മിനിറ്റും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. ഇരുന്നോളും, കേടുകൂടാ. ടൈറ്റായിട്ടുള്ള പാത്രത്തിലാകുമ്പോൾ സൂക്ഷിച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ഇരുന്നോളും. പിന്നെ നനവില്ലാത്ത സ്പൂണിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്കിത് ബ്രെഡിൻ്റെ കൂടെയോ ബണ്ണിൻ്റെ കൂടെയോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.